ശാന്തി 3/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബയുടേതായി ബാബയുടെ പേര് പ്രശസ്തമാക്കൂ. പേര് പ്രശസ്തമാകുന്നത് സമ്പൂർണ്ണ പവിത്രമാകുന്നതിലൂടെയാണ്. നിങ്ങൾ സമ്പൂർണ്ണ മാധുര്യമുള്ളവരും ആകണം. മുഴുവൻ ലോകവും ഇന്ന് രാവണ രാജ്യമാണ്. എല്ലാവരും അന്ധകാരത്തിൽ നിലവിളിക്കുകയാണ്. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നത് ബാബയുമായുള്ള കണക്ഷൻ ലഭിക്കുമ്പോഴാണ്. ആ കണക്ഷൻ നൽകുന്നതിനായി ബാബയുടെ പരിചയം എല്ലാവർക്കും നമ്മൾ നൽകണം. എന്നാൽ ബാബയുടെ പരിചയം ലോകത്തിലുള്ള ഓരോ ആത്മാവിനും എത്തുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് ബാബ പറയുന്നത്. ബാബയുടേതായി ബാബയുടെ പേര് പ്രശസ്തമാക്കണം. എപ്പോഴാണോ ശരീരം, മനസ്സ്, ധനം, ജനം എല്ലാം കൊണ്ടും നമ്മൾ ബാബയിൽ അർപ്പണമാകുന്നത്, ട്രസ്റ്റിയായി തൻ്റെ വീടും കുടുംബവും സംരക്ഷിക്കുന്നത്, അപ്പോൾ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബ നമ്മളിലൂടെ സേവനം ചെയ്യും. ആ സേവനത്തിലൂടെ ബാബയുടെ പേര് ഈ ലോകത്തിൽ പ്രശസ്തമാകും. എന്നാൽ ഇതിനായി നാം ചെയ്യേണ്ടതാണ്, നാം സമ്പൂർണ്ണ പവിത്രമാകണം, സമ്പൂർണ്ണ മാധുര്യമുള്ളവരുമാകണം. സമ്പൂർണ്ണ പവിത്രം എന്തെന്ന് നമ്മൾക്കറിയാം. എന്നാൽ സമ്പൂർണ്ണ മാധുര്യമുള്ളവർ എന്നാൽ ആരെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവായുള്ള ചിന്തയും ഇല്ലാത്ത സ്ഥിതിയെയാണ് സമ്പൂർണ്ണ മാധുര്യമുള്ള സ്ഥിതി എന്ന് പറയുന്നത്. നാം ഈ സ്ഥിതിയിലെത്തുമ്പോൾ ബാബയുടെ പേര് ലോകത്തിൽ പ്രശസ്തമാകും. ചോദ്യം: സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് ഏത് ചിന്തയാണുള്ളത്? അത് സത്യയുഗത്തിൽ ഉണ്ടായിരിക്കില്ല. ഉത്തരം: സംഗമത്തിൽ നിങ്ങൾക്ക് പവിത്രമാകുന്നതിനുള്ള ചിന്തയുണ്ട്. ബാബ നിങ്ങളെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിശ്ചിന്തമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു ഈ പഴയ ശരീരത്തെ സന്തോഷത്തോടെ വിടുന്നതിന്. നിങ്ങൾക്കറിയാം, പഴയ വസ്ത്രം മാറ്റി പുതിയതെടുക്കും. ഓരോ കുട്ടിയും തൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ എത്ര സന്തോഷത്തിലിരിക്കുന്നു, ബാബയെ നമ്മൾ എത്ര ഓർമ്മിക്കുന്നു എന്ന്. ഈ സംഗമയുഗം മുഴുവൻ കൽപ്പത്തിലെയും ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. കാരണം ഈ സമയം മാത്രമാണ് ശ്രേഷ്ഠ ഭാഗ്യത്തെ നമ്മൾക്കുണ്ടാക്കാൻ സാധിക്കുന്നത്. ശ്രേഷ്ഠ ഭാഗ്യത്തെ ഉണ്ടാക്കുന്നതിന് ബാബയുടെ വശത്തിൽ നിന്നും 100% സഹായം നൽകിയിരിക്കുകയാണ്. മറ്റെല്ലാ കാര്യവും ബാബ നോക്കിക്കൊള്ളും. കുട്ടികൾക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രം, ഒരൊറ്റ ചിന്ത മാത്രം. അതാണ് പവിത്രമാകുക എന്നത്. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പവിത്രമാകുക എന്ന കാര്യത്തിലായിരിക്കണം. മറ്റെല്ലാ കാര്യങ്ങളും ബാബ സുഖമായി നോക്കിക്കോളും. നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നത് ഈ ശരീരം സസന്തോഷം വിടുന്നതിനാണ്. ശരീരത്തിൻ്റെ വശത്തു നിന്ന് ഒരു ബന്ധനവും നമ്മളെ വലിക്കരുത്. വസ്ത്രം മാറ്റുന്ന ലാഘവത്തോടെ ഈ ശരീരത്തെ നമ്മൾ വിടണം. അതിനാണ് നാം പുരുഷാർത്ഥം ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യണം, നമ്മൾ എത്ര സന്തോഷത്തിലിരിക്കുന്നു, എത്ര ബാബയെ ഓർമ്മിക്കുന്നു എന്ന്. സന്തോഷം എന്നത് നിശ്ചിന്ത സ്ഥിതിയിൽ നിന്ന് വരുന്നതാണ്. നിസാര കാര്യങ്ങളാകട്ടെ, വലിയ വലിയ കാര്യങ്ങളാകട്ടെ, നിശ്ചിന്ത സ്ഥിതി നമ്മൾക്കുണ്ടോ, ഇത് നാം ചെക്ക് ചെയ്യണം. പിന്നെ ബാബയെ എത്ര ഓർമ്മിക്കുന്നു. പല ബന്ധങ്ങളിൽ, പല രീതിയിൽ നമുക്ക് ബാബയെ ഓർമ്മിക്കാം. അത് നാം ചെയ്യുന്നുണ്ടോ, ഇത് നാം ചെക്ക് ചെയ്യണം. അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയും വേണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വയം തന്നോട് ചോദിക്കൂ. 1. നമ്മൾ സന്തോഷത്തിൽ എത്രയിരിക്കുന്നു? 2. സർവഗുണസമ്പന്നരായിരുന്നു. ഇപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് പിന്നെയുമാകണം. ഈ നിശ്ചയം എവിടം വരെയുണ്ട്? 3. നമ്മൾ എവിടം വരെ സതോപ്രധാനമായി? രാത്രിയും പകലും സതോപ്രധാനം, അതായത് പാവനമാകുന്നതിനുള്ള ചിന്തയുണ്ടോ?
2. പരിധിയില്ലാത്ത ബാബയോടൊപ്പം വിശ്വത്തിൻ്റെ സേവനം ചെയ്യണം. പരിധിയില്ലാത്ത പഠിത്തം പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ദേഹം ഉൾപ്പെടെ എന്തെല്ലാം ബന്ധനമുണ്ടോ അവയെ ബാബയുടെ ഓർമ്മയിൽ തീർക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സ്വയം നമ്മൾ നമ്മളുടെ ചാർട്ട് ചെക്ക് ചെയ്യണം. എന്തെല്ലാമാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് ബാബ പറഞ്ഞു തരുന്നു. ആദ്യത്തേത്, സന്തോഷം ഏതുവരേക്കും ഉണ്ട്. മുഴുവൻ സമയവും ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ല എങ്കിലും മനസ്സ് പ്രഫുല്ലമായിരിക്കണം. അത് എത്രത്തോളം ഉണ്ട്. രണ്ടാമത്തേത്, നമ്മൾ സർവഗുണസമ്പന്നരും 16 കലാസമ്പൂർണരും നിർവികാരികളും ആകാൻ പോവുകയാണ്. ഇത് എത്ര നിശ്ചയമുണ്ട്. നിശ്ചയമുണ്ടെങ്കിലാണ് ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. നിശ്ചയമില്ല എങ്കിൽ സൈഡ് സീനുകളിൽ പെട്ട് അവിടെ തന്നെ നിന്നു പോകുന്നു. മൂന്നാമത്തേതാണ്, എവിടം വരെ സത്തോ പ്രധാനമായി. സത്തോ പ്രധാനമായിട്ടുള്ളവർ സത്യയുഗത്തിലേക്ക് പോകും. എന്നാൽ സത്തോ പ്രധാനമല്ല, സത്തോ ഗുണമാണ് എങ്കിൽ നമ്മൾ ത്രേത വരെ എത്തിയിട്ടുള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ സത്യയുഗം വരെ എത്തുന്നതിന് സത്തോ പ്രധാനമാകുന്നതിനുള്ള ചിന്തയുണ്ടോ? ഇത് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, പരിധിയില്ലാത്ത ബാബ മുഴുവൻ ലോകത്തിൻ്റെയും സേവനം ചെയ്യുകയാണ്. ബാബയോടൊപ്പം നമ്മളും ഈ സേവനം ചെയ്യണം. ബാബ പഠിപ്പിക്കുന്ന പഠിത്തം പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഈ ശരീരം ഉൾപ്പെടെ മുഴുവൻ ലോകത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് മുക്തമാകണം. അതിനായി ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ഓർമ്മയിലൂടെയാണ് ബന്ധനം തീരുന്നത്. വരദാനം: അധികാരത്തിൻ്റെ സ്മൃതിയിലൂടെ മന്മനാഭവയുടെ സ്ഥിതി ഉണ്ടാക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. സദാ ഈ സ്മൃതി ഇമർജ് രൂപത്തിലുണ്ടാകണം. ഞാൻ ആത്മാവ് ചെയ്യിപ്പിക്കുന്നവനാണ്, അധികാരിയാണ്, വിശേഷാത്മാവും മാസ്റ്റർ സർവശക്തിവാനുമാണ്. അപ്പോൾ ഈ അധികാരത്തിൻ്റെ സ്മൃതിയിലൂടെ മനസ്സ്, ബുദ്ധി, സംസ്കാരം തൻ്റെ കൺട്രോളിൽ ഇരിക്കും. ഞാൻ വേറിട്ടതാണ്, അധികാരിയാണ്. ഈ സ്മൃതിയിലൂടെ മന്മനാഭവയുടെ സ്ഥിതി സഹജമായി തീരും. ഈ വേറിട്ട സ്ഥിതിയുടെ അഭ്യാസം കർമാതീതമാക്കി മാറ്റും. ഞാൻ ആത്മാവ് വേറിട്ടതാണ്, അധികാരിയാണ്, ചെയ്യിപ്പിക്കുന്നവനാണ്, വിശേഷാത്മാവാണ്, മാസ്റ്റർ സർവശക്തിവാനാണ്. ഇങ്ങനെ സ്വമാനം ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ അധികാരത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും. അധികാരത്തിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ, ബുദ്ധിയെ, സംസ്കാരത്തെ നിയന്ത്രണത്തിൽ നിർത്താൻ സാധിക്കുള്ളൂ. ആത്മാവിൻ്റെ സ്മൃതിയിലൂടെ നമ്മൾക്ക് മന്മനാഭവ സ്ഥിതി, അതായത് ബാബയുടെ ഓർമ്മയും നിലനിർത്താൻ സാധിക്കും. ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട സ്ഥിതിയുടെ അഭ്യാസം തന്നെയാണ് നമ്മളെ കർമാതീത സ്ഥിതിയിൽ എത്തിക്കുന്നത്. സ്ലോഗൻ: അപമാനത്തെയും ശല്യത്തെയും സഹിക്കുക, ഉൾക്കൊള്ളുക. ഇതിനർത്ഥം തൻ്റെ രാജധാനി നിശ്ചിതമാക്കുക എന്നാണ്. ആര് സഹിക്കുന്നുവോ അവർ ചക്രവർത്തിയാകും എന്നാണ് ബാബ പഠിപ്പിച്ചിട്ടുള്ളത്. ആര് കർമ്മം ചെയ്യുന്നുവോ അവർക്കാണ് ഫലം ലഭിക്കുക. ആര് കർമ്മം ചെയ്യുന്നത് കണ്ടോ കേട്ടോ അവർക്ക് ഫലം ലഭിക്കുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവായി വരുമ്പോഴാണ്. മറ്റുള്ളവർ എന്ത് ചെയ്താലും നമ്മൾ നമ്മളുടെ സ്ഥിതിയിൽ നിന്ന് താഴേക്ക് വരണ്ട. ആരാണോ ഇപ്രകാരം സഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് അവരുടെ രാജധാനി എന്നത് സുനിശ്ചിതമാണ്. ഓം ശാന്തി.